ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ നമുക്കൊരു പുളിങ്കറി ഉണ്ടാക്കിയാലോ. പരിപ്പില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. മത്തങ്ങയും കുമ്പളങ്ങയാണ് ഇതിന് വേണ്ടത്. കുമ്പളങ്ങയേക്കാളും കൂടുതൽ മത്തങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കൊരു 2 വിസിൽ അടിച്ചെടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് 2 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ അരി, നമ്മൾ ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏതരിയും നമുക്ക് എടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായ മുളക്, ഒരു പിഞ്ച് ഉലുവ, അത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. നമ്മൾ പരിപ്പ് ചേർക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ ഈ അരി വറുത്ത് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. എന്നിട്ട് നമുക്കത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സാക്കി വെക്കാം. കറിയിലേക്ക് നേരിട്ടത് ചേർക്കുകയാണെങ്കിൽ ഈ പൊടി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. പിന്നെ ആവശ്യത്തിന് പുളിയും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത് ഇതേപോലെയുള്ള ഒരു പുളിങ്കറിയാണ് കേട്ടോ. നമ്മൾ എങ്ങനെയൊക്കെ ഒരു ടേസ്റ്റിൽ വെക്കാൻ നോക്കിയാലും നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അമ്പലത്തിൽ കുറേ കഷ്ണങ്ങളിട്ട് വേവിക്കുന്നത് കൊണ്ടായിരിക്കും ആ കറിക്ക് അത്രയ്ക്കും ടേസ്റ്റ്. ഇനി നമുക്ക് ആ പുളി പിഴിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി പുളി നന്നായി തിളച്ചതിന് ശേഷം നേരത്തെ പൊടിച്ച് കലക്കി വെച്ച മിക്സ് നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം. കായം പൊടി ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു പിഞ്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് നാളികേരം കൂടിയും കറിയിലേക്ക് അരച്ച് ചേർക്കാനുണ്ട്. ഞാനിവിടെ 5 ടീസ്പൂൺ നാളികേരമാണ് എടുത്തേണ്ടത്. അധികം നാളികേരം ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി അരിയൊക്കെ അരച്ച് ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് നാളികേരം മതിയായിരിക്കും. അത് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ച് കറിയിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉലുവ ഇതും കൂടിയും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ പുളിങ്കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.